ഓക്കെ സർ. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഒരു ക്ലയന്റ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഡിസ്കസ് ചെയ്യാനുണ്ടാവുക? ഓക്കെ, നമ്മളൊരു ക്ലയന്റ് ഇപ്പൊ ഞാനൊരു ക്ലയന്റ് ആണ്, ഞാനൊരു കമ്പനി ഒരു ഫേമിനെ വിളിക്കുകയാണ്. ഫേമിനെ വിളിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ഇപ്പം ഞാൻ ആദ്യമേ നോർമലി തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും എപ്പോഴും ആയാലും. സോ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെൻറ്റ് ആദ്യം നമ്മൾ എവിടെ നിന്നാണ്, ഏത് ലൊക്കേഷനിലാണ് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടെറൈനും കാര്യങ്ങളൊക്കെ കുറച്ച് ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഇപ്പോൾ ആലപ്പുഴയിലുള്ള സോയിൽ കണ്ടീഷൻ വ്യത്യാസമുണ്ട്, തൃശ്ശൂർ വ്യത്യാസം, ജനറലൈസ് ചെയ്തിട്ട് പെക്യുലിയർ ഇതല്ല, ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ കൊല്ലം ഷോർ ഏരിയയിലൊക്കെ ആണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ റോക്കി ടെറൻ, വാഗമൺ അങ്ങനത്തെ പ്രോജക്ട്സിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് വരും. അപ്പോൾ നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ലൊക്കേഷൻ ഫസ്റ്റ് പറയുക, അതിനുശേഷം നമുക്കൊരു 3 ബെഡ്റൂം ആണോ 4 ആണോ 5 ആണോ അത് പറയുക, എന്തൊക്കെ വേണം ഇതാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റ്. എനിക്ക് 2000 സ്ക്വയർ ഫീറ്റിൽ ഒരു 5 ബെഡ്റൂമുള്ള വീട് വേണം. സ്ഥിരം നമ്മൾ കേൾക്കുന്നൊരു ഇതാണ്. നമ്മൾ ഒരു 2000 സ്ക്വയർ ഫീറ്റിലൊരു 5 ബെഡ്റൂം പണിയാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂമിൻ്റെ സൈസ് അത് വലിയൊരു ഫാക്ടറാണ്. നമുക്ക് വേണ്ട ഒരു സൈസിനെ അല്ലെങ്കിൽ നമ്മളൊരു വീടിനെ വീടായി കാണുമ്പോൾ നമുക്ക് വേണ്ട ഒരു ബെഡ്റൂം, നമ്മൾ എന്തുകൊണ്ടാണ് മാസ്റ്റർ ബെഡ്റൂമും ബാക്കിയുള്ള ബെഡ്റൂമും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? അത് കുറച്ച് വലുതായി കുറച്ച് സ്പേഷ്യസ് ആയിട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ ആ റൂമിൽ കുറച്ചും കൂടി ഫെസിലിറ്റീസും കാര്യങ്ങളും. ഇന്ന് ആ ഒരു സിംഗിൾ മാസ്റ്റർ ബെഡ്റൂം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറി. ഇന്ന് ബെഡ്റൂംസിൽ ഒരു 80%, അതായത് ഇപ്പം 4 ബെഡ്റൂം ഉണ്ടെങ്കിൽ 3 ബെഡ്റൂമും ആ ഒരു കാറ്റഗറിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒരെണ്ണം മാത്രം ഗസ്റ്റ് റൂം എന്നുള്ള രീതിയിലിട്ട് അതിൽ നിന്ന് കുറച്ചൊരു സ്ലൈറ്റ്ലി ഡിഫറൻസേ വരാറുള്ളൂ. ഓക്കെ, സോ അത്രയും നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ 2000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം കൺജസ്റ്റഡ് ആയി കൊണ്ടുവരേണ്ടി വരും. സോ ആ റൂമിൽ നമ്മൾ ഒരു മിനിമൽ ഫെസിലിറ്റീസ്, ഇപ്പോൾ ഒരു ജാപ്പനീസ് ഡിസൈൻ തിയറിയിലൊക്കെ പറയുന്ന പോലെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ട് തന്നെ കൊണ്ടുവരണം. അതായത് ഒരു ബെഡ് കോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി ടൈം അങ്ങനത്തെ ഒരു പാറ്റേണിലോട്ട് പോവുകയാണെങ്കിൽ കൺജസ്റ്റഡ്. നമ്മുടെ ഇപ്പോൾ ബോംബെയിൽ അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ മെട്രോപൊളിറ്റൻ ബോംബെയിൽ പറയാം, അല്ലെങ്കിൽ പുറത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ടോക്കിയോ അവിടെ ഇവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂംസ് ആണ്. അവിടെ അവരുടെ റിക്വയർമെന്റ് അതാണ്, അത്രയും ഓവർ പ്രൈസ്ഡ് ആണ് അവിടുത്തേത്. ഓക്കെ, സോ അതുകൊണ്ട് മാത്രം ആ ക്ലയന്റ് ആ റിക്വയർമെന്റ്സ് കൺസ്ട്രെയിൻ ചെയ്യണമെന്നുള്ളൂ. കാരണം അവർക്ക് ആ ഒരു അവരുടെ ബഡ്ജറ്റിനെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ വീടിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ 2000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം റിക്വയർമെന്റ്സിനെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. സ്വപ്നത്തിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് സൈസസ് റൂമിന് കൊടുത്താൽ മാത്രമേ അതിന് അത്യാവശ്യം നമുക്കൊരു ഫീലും ലക്ഷറി ബ്രീത്തിങ് സ്പേസും കാര്യങ്ങളും എല്ലാം കിട്ടുള്ളൂ. സോ ഇതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ സ്ക്വയർ ഫീറ്റ് ഇത്തിരി കൂടും. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ പല ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ചായിരിക്കും നമ്മളത് പറയാം. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ക്ലയന്റായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഇത് ചെയ്യും. ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം എത്ര ബെഡ്റൂം എന്നാണ് നമ്മൾ ചോദിക്കുക, മീൻസ് റൂംസിന്റെ ഡീറ്റെയിൽ എടുക്കുമ്പോൾ. സോ അതിനുശേഷം നമ്മൾ ചോദിക്കും എന്തെങ്കിലും ഏരിയ കൺസ്ട്രെയിൻ ഉണ്ടോ. അപ്പൊ ഏരിയ കൺസ്ട്രെയിൻ ഉണ്ടെങ്കിൽ തന്നെ ക്ലയന്റ് അത് പറയുമ്പോൾ നമുക്കത് ഒരു അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ല അവിടെ നമുക്ക് ആ ഒരു റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പറയും. ഇവിടെ കുറച്ചും കൂടി നമ്മൾ ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് അതിന് കൊണ്ടുവരാൻ പറ്റും. സോ അതുപോലെ തന്നെ മറ്റൊരു ഫാക്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിട്ടുപോയതാണ്, നമ്മുടെ പ്ലോട്ടിന്റെ ഏരിയ. സോ അത് നമ്മൾ നോക്കണം. ഇപ്പൊ ഒരു 2 സെന്റ് കൊണ്ട് നമ്മൾ ഇത്രയും വലിയൊരു വീട് വയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. കാരണം അതിൽ സെറ്റ് ബാക്സ് ഉണ്ടാവും, ഗവൺമെന്റ് റൂൾസ് ഉണ്ടാവും, അങ്ങനെ പല 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 കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഈ ഏരിയയുടെ ഒന്ന് ഫൈനലൈസ് ചെയ്യാനും ഈ റിക്വയർമെന്റ്സ് ഒന്ന് നമ്മൾ സെറ്റ് ചെയ്യാനും. ഓക്കെ, സോ ഇത് കഴിഞ്ഞ് ഏരിയയുടെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ സ്ക്വയർ ഫീറ്റ് നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ആ കാര്യങ്ങൾ പറഞ്ഞു. സോ അതിനുശേഷം നമ്മൾ എന്താണ് പറയണത്, ആ ഒരു ഫേമിന്റെ പ്രൈസിങ്ങും ഡിസൈനിങ്ങിന്റെ ഇതും കാര്യങ്ങളും എല്ലാം സംസാരിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ്
പിന്നെ ഈ പറഞ്ഞ പോലെ സൈറ്റ് വിസിറ്റ്സും കാര്യങ്ങളും എല്ലാം വരുന്നത്. പിന്നെ നമ്മൾ അടുത്ത പ്രോസസ്സാണത്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആള്, ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു എല്ലാ സമയത്തും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സൈറ്റ് കണ്ടിരിക്കണം. അപ്പോഴേ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താണ്, എങ്ങനെയാണ് ഭൂമിയുടെ കിടപ്പ്, എങ്ങനെയാണ് ലൈറ്റ് വരുന്നത്, എങ്ങനെയാണ് കാറ്റിന്റെ ദിശ എങ്ങനെയാണ്. അതെ, സോ ഡിസൈൻ തുടങ്ങുന്നതിന് മുമ്പ് ഓക്കെ, ബാക്കിയുള്ള റിക്വയർമെന്റ്സ് ഒക്കെ നമുക്ക് പറഞ്ഞാലും ഫോട്ടോഗ്രാഫിക്കും കാര്യങ്ങളും ഡീറ്റെയിലിംഗ് എല്ലാം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ എസ്പെഷ്യലി ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു മസ്റ്റായിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതാണ് ഡിസൈനിന് മുമ്പ് നല്ലത്. കാരണം അതുകൊണ്ട് തന്നെ പല മിസ്റ്റേക്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം വന്നാൽ നമുക്കത് പിന്നെ ബുദ്ധിമുട്ടാവില്ലേ? അതെ, ഇതെല്ലാം റീവർക്ക് ആയി പോകും. അതെ. ഓക്കെ സർ, ഇപ്പൊ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഈ സൈറ്റ് വിസിറ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്? അത് കമ്പൾസറി ആണോ ശരിക്കും?